തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. മനുഷ്യൻ്റെ രക്ഷയ്ക്കാവശ്യമായ വലിയ ദൈവിക രഹസ്യങ്ങളാണ് യേശു പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ ലളിതമായ ഉപമകളിലൂടെയാണ് യേശു സംസാരിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഉപമകൾ ഏതാണ്ട് 33 എണ്ണമുണ്ട്. ഒരു ഉപമയിലും യേശു കഥാപാത്രങ്ങൾക്ക് പേര് പറയാറില്ല, ഒരു ഉപമയിലൊഴികെ. ധനവാനും ലാസറും എന്ന ഉപമയിലൊഴികെ. അവിടെ ദരിദ്രനായ മനുഷ്യന് യേശു ഒരു പേര് കൊടുക്കുന്നു, ലാസർ. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ധനവാന്മാർക്ക് പേരില്ല. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റാരും ആശ്രയമില്ലാത്ത മനുഷ്യർക്കാണ് പേര്. ലാസർ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ലാസർ എന്ന പേരിൻ്റെ തന്നെ അർത്ഥം ദൈവം സഹായമായിട്ടുള്ളവൻ എന്നാണ്. വാസ്തവത്തിൽ ധനം ഉണ്ടായതല്ല ഈ ധനവാൻ്റെ തെറ്റ്. മറിച്ച് ധനത്തിൽ ആശ്രയിച്ച് ജീവിച്ച അയാൾക്ക് അയാളുടെ വീട്ടുപടിക്കൽ കിടന്നിരുന്ന ലാസർ എന്ന മനുഷ്യനെ തിരിച്ചറിയാനോ സഹായിക്കാനോ കഴിഞ്ഞില്ല. ആ ഉപമയിൽ പറയുന്നത് നായ്ക്കളോടൊപ്പം കഴിഞ്ഞിരുന്നു എന്നാണ് ലാസർ. ലാസറും നായ്ക്കളും ഒരുപോലെയായിരുന്നു ഈ ധനവാന്. അത് അയാളുടെ ഒരു അന്ധതയാണ്. മനുഷ്യരെ നായ്ക്കളെപ്പോലെ കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ മനസ്സില്ലാതെ ദരിദ്രരായ ആളുകളെയൊക്കെ നായ്ക്കളെപ്പോലെ വില കുറഞ്ഞവരായിട്ട് കാണുക, എന്നിട്ട് സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. ഇത്തരത്തിലുള്ള ധനവാൻ്റെ മനസ്സ് ദൈവം വെറുക്കുന്ന മനസ്സാണ്. സമ്പത്തിൽ ആശ്രയിക്കുകയും സഹോദരങ്ങളെ തിരിച്ചറിയാതെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ആ മനോഭാവം ദൈവം വെറുക്കുന്ന മനോഭാവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എപ്പോഴും പേരുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർക്കും പങ്കുവയ്ക്കാൻ മനസ്സുള്ള മനുഷ്യർക്കുമാണ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, തെരുവിൽ ഭിക്ഷയാചിച്ച് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഭിക്ഷക്കാരൻ്റെ അടുത്ത് 2 കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ തൻ്റെ കൂടെ ഇരിക്കുന്ന ഭിക്ഷക്കാരന് വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അയാളുടെ കൈവശം ഒന്നുമില്ല എങ്കിൽ അത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് ഈ ഭിക്ഷക്കാരൻ കാണിക്കണം. 2 അപ്പമുള്ളവൻ അടുത്തിരിക്കുന്ന തൻ്റെ സഹോദരന് ഒരപ്പം പങ്കുവയ്ക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ അയാൾ അത് പങ്കുവയ്പ്പിൻ്റെ വലിയൊരു പാഠമാണ്, നമുക്ക് മാതൃകയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതേസമയം പങ്കുവയ്ക്കാനുള്ള മനസ്സ് അയാൾക്കില്ല എങ്കിൽ അയാൾ ദൈവസന്നിധിയിൽ ധനവാനാണ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കാത്ത മനുഷ്യരൊക്കെ ദൈവസന്നിധിയിൽ ധനവാന്മാരെ പോലെയാണ്. അവരുടെ പേരുകൾ ദൈവത്തിൻ്റെ പുസ്തകത്തിലില്ല. ഈ ഒരു ചിന്ത മറ്റുള്ളവരോട് പങ്കുവെച്ച് ജീവിക്കാനും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് തരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.